പ്രിയപ്പെട്ട ഷാനോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളിൽ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കുന്ന യജമാനൻ്റെ ഉപമ നമ്മൾ കാണുന്നുണ്ട്. 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും അവിടുന്ന് ചിലരെ വിളിച്ചു. വീണ്ടും ചെന്നപ്പോൾ 11-ാം മണിക്കൂറിലും കുറച്ച് പേർ നിൽക്കുന്നത് കണ്ടു. അലസരായി നിൽക്കുന്ന അവരോട് ചോദിച്ചു, നിങ്ങളെന്താണ് അലസരായി നിൽക്കുന്നതെന്ന്. അവർ പറഞ്ഞു, ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിച്ചില്ലെന്ന്. നിങ്ങളും വരുവിൻ മുന്തിരിത്തോട്ടത്തിലേക്ക്. അവരും ജോലി ചെയ്തു. അവസാനം യജമാനൻ 11-ാം മണിക്കൂർ വന്നവനും 3-ാം മണിക്കൂറിൽ വന്നവനും ഒരുപോലെ വേതനം കൊടുത്ത സംഭവം നമ്മൾ വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ അങ്കമാലിക്കടുത്തുള്ള വർഗീസ് എന്ന് പറയുന്നൊരു സഹോദരൻ KSRTCയിലെ ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ശാരീരികമായുണ്ടായ രോഗങ്ങളുടെ മധ്യേ ഡിവൈനിലൊരു ധ്യാനത്തിലൂടെ കർത്താവിൻ്റെ വിളി കേൾക്കുവാനും അന്നു മുതൽ ഇന്ന് വരെ സുശിക്ഷിതമായൊരു ജീവിതശൈലിയിലൂടെ, അതായത് സ്വന്തം ജീവിതത്തെ പ്രാർത്ഥനയിലും വചനപഠനത്തിലും എന്ന് വേണ്ട ഒരു 10 പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ജീവിച്ച് വിശുദ്ധിയിലും അതോടൊപ്പം കിട്ടുന്ന സമയങ്ങളിലൊക്കെയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തും ജീവിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളുടെ ഫലമായി എപ്രകാരം ഈ അങ്കമാലി ഭാഗത്ത് നിർധനരായ, വീടില്ലാത്ത, താമസ സ്ഥലമില്ലാത്തവർക്ക് ഇതൊക്കെ ലഭിച്ചുവെന്ന് കാണുവാൻ നമുക്ക് അങ്കമാലിയിലുള്ള വേങ്ങൂരുള്ള അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ചുറ്റും സുവിശേഷത്തിൻ്റെ പരിമളം പരത്തുന്നവരെ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് ചെന്നെത്തുന്നത് അങ്കമാലിക്കു സമീപം കിടങ്ങൂരിനടുത്ത് വേങ്ങൂരുള്ള മുണ്ടാടൻ വർഗീസ് ചേട്ടൻ്റെ ജീവിതത്തിലേക്കാണ്. 1993 നവീകരണ ധ്യാന മന്ദിരത്തിൽ നിന്നും ബലിവേദിയിലേക്ക് നോക്കിയെടുത്ത 10 പ്രതിജ്ഞകൾ അതുപോലെ നിറവേറ്റി ജീവിക്കുന്ന ഒരു ജീവിതം. തനിക്ക് കുടുംബസ്വത്തായി ലഭിച്ച ഭൂമി മുഴുവൻ വീടും സ്ഥലവും ഇല്ലാത്തവർക്കായി ചെറുതായി പകുത്തു നൽകി ഇപ്പോൾ 12ഓളം കുടുംബങ്ങൾക്ക് ആശ്രയത്തിൻ്റെ കൈത്താങ്ങായി മാറിയ വ്യക്തി. ഫ്രാൻസിസ്കൻ 3-ാം സഭയിലെ അംഗമായും തൻ്റെ ഇടവകയിലെ മരണഫണ്ടിൻ്റെ പ്രസിഡന്റായും 600ഓളം വചനോത്സവം വിവിധ ദേശങ്ങളിൽ വിതരണം ചെയ്തും 70-ാമത്തെ വയസ്സിൽ ഒരു യുവാവിൻ്റെ തീഷ്ണതയോടെ സുവിശേഷത്തിൻ്റെ പൊള്ളുന്ന വീഥികളിൽ മാതൃകയുടെ ദീപവുമേന്തി നമുക്ക് മുൻപേ നടന്നു നീങ്ങുന്നു. ഇതിനോടകം നിത്യജീവൻ്റെ പാത എന്ന പ്രോഗ്രാമിലൂടെ വളരെയധികം പേരെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് ഒരു പുതിയ വ്യക്തി നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്, വർഗീസ് ചേട്ടൻ. വർഗീസ് ചേട്ടൻ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. വർഗീസ് ചേട്ടൻ അനേകർക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുത്തതായിട്ടും പുരവെച്ചു കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ട്. വർഗീസ് ചേട്ടൻ ഇപ്രകാരമുള്ളൊരു ശുശ്രൂഷ തുടങ്ങുവാനായിട്ട് പ്രേരിപ്പിച്ച പ്രേരക ശക്തി എന്താണെന്ന് പങ്കുവയ്ക്കാം. ഞാൻ ധ്യാനം കൂടിയതിന് ശേഷം ആൾക്കാർ ധ്യാനത്തിന് കൊണ്ടുപോകാൻ തുടങ്ങി. ധ്യാനത്തിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ഥലം വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് വീടില്ല. അപ്പോൾ അവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം വേണം. സ്ഥലം അന്വേഷിച്ച് നടന്ന് കിട്ടാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഒരു 3 സെൻറ്റ് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഭാര്യ സമ്മതിച്ചു. അങ്ങനെ 3-4.25 സെൻറ്റ് സ്ഥലം കൊടുത്തു. അവിടെ ഒരു വീട് പണിതു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ പലരും ഇങ്ങനെ വീട് അന്വേഷിച്ച് വരാൻ തുടങ്ങി. അപ്പോൾ ആ വീട് പണിയാനുള്ള പൈസയൊക്കെ എങ്ങനെ ഉണ്ടായി? അത് വീട് പണി കുറച്ച് ലോൺ എടുത്തു, പിന്നെ കുറച്ച് NSകാർ കൊടുത്ത് അവരെ പണിത്. നമ്മളൊന്നും ചെയ്തില്ല. ഈ വീട് സ്ഥലം കൊടുത്തതിന് അറിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർ പിറകെ പോലെ വരാൻ തുടങ്ങി. സഹോദരൻ നായർ സഹോദരങ്ങളായിരുന്നു അവരല്ലേ? അതൊരു നായരായിരുന്നു. ആദ്യം കൊടുത്ത നായർക്ക. അപ്പോൾ രണ്ടാമത് പിന്നെ ആ കണ്ടത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി അതിരൂപതയ്ക്ക് കൊടുത്തു. അതിരൂപത അത് അനൗൺസ് ചെയ്തിട്ട് ആൾക്കാരെ വാണ്ടട്ട് ചെയ്ത് അവർക്ക് 4 ആൾക്ക് കൂടി കൊടുത്തു. ആ കൊടുത്തു കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 28 സെൻറ്റ് സ്ഥലം കൂടി 6 ആൾക്ക് കൊടുത്തു. അതിൽ ഒരു അംഗൻവാടി ഉൾപ്പെടെ 6 ആൾക്ക്. അതിൽ അംഗൻവാടി സർക്കാർ പണിയിപ്പിച്ചു. പിന്നെ ഉള്ള വീട് എൻ്റെ മകൻ വൈദികനാണ്. അപ്പോൾ വൈദികനായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അവൻ്റെ പേരിലൊരു വീട്, അവൻ്റെ പട്ടത്തിന് ഒരു വീട് കഴിക്കാൻ വേണ്ടിയിട്ട് താക്കോൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വീട് പണിതു. പക്ഷേ പൂർത്തിയായില്ല അന്ന്. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് കൊടുത്തു. അതിനുശേഷം ഒരു ആൾ എന്നെ രാത്രി വിളിച്ച് ഒരു സ്പോൺസറാണ്
എന്നെ വിളിച്ചിട്ട് വീട് വയ്ക്കാൻ പൈസ തരാം, വീട് വെച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ അവർ പൈസ തന്നു, ഒരു വീട് പണിതു. ആ വീട് പണി കഴിഞ്ഞപ്പോൾ അടുത്തൊരു വീടിന് പൈസ അവർ തന്നു. അങ്ങനെ ഒരു 4 വീടിന് അവർ പൈസ തന്നു. ആ വീട് പണി ഇപ്പോൾ 5ാമത്തെ വീട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ആ വീട് പണി പൂർത്തിയായില്ല. പിന്നെ ഇടയ്ക്ക് പിന്നെ വേറെ ഇതല്ലാത്ത നമ്മൾ കൊടുക്കാത്ത സ്ഥലത്ത് വേറെ വീട് പണിതുണ്ട്. അവിടെ ഒരു 7 വീട്, 13 വീടുകളായി 13 വീട്. അപ്പോൾ അതൊക്കെ ചെറിയ വീടുകളാണ് ആദ്യം പണിതൊക്കെ. ഇപ്പോൾ പണിതൊക്കെ 2 ലക്ഷത്തിന് മുകളിലുള്ളതാണ്. 2 ലക്ഷം 2.25 ലക്ഷം രൂപയ്ക്കായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ വാസ്തവത്തിൽ കർത്താവ് ഞാൻ പാർപ്പിടമില്ലാത്തവനായിരുന്നു, എനിക്ക് പാർപ്പിടം തന്നു എന്ന് പറയുന്ന തക്ക രീതിയിലുള്ള ഒരു ശുശ്രൂഷയാണ് വറീസനോട് ഇപ്പോൾ നടന്നത്. അതെ. അപ്പോൾ വറീസൻ ഇതിലേക്ക് ഇങ്ങനെ ഒരു സംഗതി നേരത്തെ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ധ്യാനം കൂടി ശേഷമാണല്ലോ. അപ്പോൾ ധ്യാനം കൂടുന്നതിന് മുമ്പുള്ള ജീവിതം എങ്ങനെയൊക്കെ ആയിരുന്നു? ധ്യാനം കൂടുതൽ മുൻപെന്ന് വെച്ചാൽ ഞാൻ ഒരു രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ പ്രവർത്തനമായിരുന്നു, RSPയുടെ യൂണിയൻ്റെ. അപ്പോൾ അന്ന് പള്ളി പോക്കും പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ല, ജോലി എവിടെയായിരുന്നു? ജോലി KSRTCയിൽ. അപ്പോൾ ആ ജോലിയിലായിരിക്കുമ്പോൾ ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വേറെ പള്ളി പോകാൻ സമയമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം തിരുവനന്തപുരത്ത് പോകണം. അപ്പോൾ അതിൻ്റെ പുറകെ നടക്കലായിരുന്നു. അപ്പോൾ പള്ളി പോക്കൊന്നുമില്ല. അങ്ങനെ അപ്പോൾ ഞാൻ രോഗിയാണ്, ഒരു 6 തരം രോഗമുള്ള ആളാണ് ഞാനന്ന്. 93 ട്രാൻസ്പോർട്ടിൽ സമരം നടന്നപ്പോൾ ഈ വൈറ്റിലൊരു ബസ് കത്തിച്ചു സമരക്കാർ. അപ്പോൾ അന്ന് ബാലകൃഷ്ണപിള്ള മിനിസ്റ്റർ എല്ലാ പോലീസ് സ്റ്റേഷൻ മെസ്സേജ് വന്നു, ഇടതുപക്ഷ യൂണിയൻ നേതാക്കന്മാരെ അകത്തുള്ള പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അന്ന് ASI ആയിട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനുണ്ട്. അവൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു ഓർഡർ വന്നിട്ട് ചിലപ്പോൾ അകത്താക്കുമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് പോലീസിനെ ഒരു പേടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഡിവൈനിലേക്ക് പോവാം. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞായറാഴ്ച ഡിവൈനിലേക്ക് പോയി. ഡിവൈനിൽ ചെന്ന് പിറ്റേ ദിവസം പനക്കിലച്ഛൻ്റെ ക്ലാസ്സിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു, 3 ആളുടെ പേര് വിളിച്ച് പറഞ്ഞു. അതിൽ പഴക്കമുള്ള അലർജി കർത്താവ് സഹിക്കുമൊക്കെ തന്നെ 3 ആളുടെ പേര് വിളിച്ച് പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞ വർഗീസ്ന. അതിനുശേഷം ആ അസുഖം എനിക്ക് വിട്ടുമാറി. പിന്നെ ഞാൻ പുറത്ത് വന്നതിന് ശേഷം, ഈ ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷം ബാക്കി 5 രോഗവും കൂടി മാറി. ഇന്ന് 20 കൊല്ലമായിട്ട് മരുന്നില്ല. അല്ല, പുറത്ത് വന്ന ഉടനെ ശുശ്രൂഷ ആരംഭിക്കുക. അത് പിന്നെ ആൾക്കാർ ധ്യാനം കൂട്ടാനുള്ള ശ്രമമായിരുന്നു. എല്ലാവരും ഈ അനുഭവം നമുക്ക് കിട്ടിയ അനുഭവം എല്ലാവർക്കും കൊടുക്കണമല്ലോ. എനിക്ക് സൗഖ്യം കിട്ടിയത് എല്ലാവർക്കും കിട്ടുമെന്നാണ് എൻ്റെ ധാരണ. ഞാൻ ധരിച്ചത്. പക്ഷേ അത് നടന്നില്ല. ധ്യാനം ഒത്തിരി ആൾക്കാരെ കൂട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതിലേക്ക് വന്ന ആൾക്കാർ വളരെ കുറച്ചുള്ളൂ. അങ്ങനെ ആൾക്കാർ ധ്യാനത്തിൽ കൊണ്ടാക്കും, പൈസക്ക് നമ്മളാണ് മുടക്കണത്. പിന്നെ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ വളരാനായിട്ട്? വേറെ പ്രാർത്ഥന ഗ്രൂപ്പ് അന്ന് 20 കൊല്ലമായിട്ട് പ്രാർത്ഥന ഗ്രൂപ്പ് മുടക്കണില്ല. ഇടവകയിലാണ്, ഇടവക പള്ളിയിൽ കൊച്ചു ഗ്രൂപ്പാണ്. പക്ഷെ അത് മുടക്കില്ല, ഞാൻ മുടക്കില്ല. ചില ആൾക്കാർ മാറി മാറിക്ക് വരുന്നുണ്ടെങ്കിലും ഞാൻ മുടക്കിയിട്ടില്ല. പിന്നെ ചിലപ്പോൾ ഭാര്യ ഒഴിവുള്ളപ്പോൾ ഭാര്യയും വരും. ഞാൻ ധ്യാനത്തിന് പോയി 1.5 വർഷം കഴിഞ്ഞപ്പോൾ മകൻ സെമിനാരിൽ പോയി. മകനിപ്പോൾ വൈദികനായിട്ട് 6 കൊല്ലമായി. CMI വൈദികനാണ്. ഇപ്പം മീററ്റിൽ വർക്ക് ചെയ്യണത്. 2 പെൺമക്കളാണ്. അവരെ കെട്ടിച്ചു. 2 ആൾ ടീച്ചർമാരാണ്. ഒരു മകളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അവൾ ചെങ്ങൽ സ്കൂളിൽ പഠിപ്പിക്കണം. 2ാമത്തെ മകൾ കെട്ടിച്ചത് തിരുമുടിക്കുന്നിലാണ്. എൻ്റെ ഭർത്താവിന് സത്യദീപത്തിൽ സബ് എഡിറ്ററാണ്, ഷിജു ആച്ചാണ്ടി. പരിശുദ്ധ അമ്മയോടും ജപമാലയോടും അതീവ ഭക്തിയും സ്നേഹവുമുള്ള വർഗീസ് ചേട്ടനും തൻ്റെ ശുശ്രൂഷകൾക്കും താങ്ങും തണലുമായി സ്വന്തം ജീവിത പങ്കാളിയും ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നു. മൂന്ന് മക്കളും കൊച്ചുമക്കളുമടങ്ങുന്ന ഈ കുടുംബത്തിൽ നിന്ന് ഏക മകനായ ടോമിനെ ദൈവവിളി നൽകി ഈശോ അനുഗ്രഹിച്ചു. CMI സഭയിലെ അംഗമായി ഉത്തർപ്രദേശിലെ മീററ്റിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ഇദ്ദേഹം പിതാവിൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്നും കരുത്തു സ്വീകരിച്ചുകൊണ്ട് മിഷൻ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. കുടുംബ പ്രാർത്ഥനയുടെ മഹനീയതയും സ്നേഹവും ഈ കുടുംബത്തിന് കരുത്തുമൂർജവും പകരുന്നത് നാം ദർശിക്കുന്നു. അപ്പോൾ മറ്റ് വേറെ ഇതുപോലെ ഇങ്ങനെ വന്ന് ഈ ധ്യാനത്തിനെ കൊണ്ടുപോയ ആൾക്കാരില്ലേ, ആരിലെങ്കിലും പ്രകടമായ മാറ്റം വന്നവരോ? അത് ഇപ്പോൾ വറീസനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യാശയോടെ നോക്കിക്കാണാവുന്ന ചില ജീവിതമായത് എൻ്റെ അനിയൻ തന്നെയാണ്. എൻ്റെ അനിയൻ KSEBയിൽ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ആളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, അപ്പോൾ ആൾ
കൈക്കൂലി മേടിക്കില്ല, പക്ഷെ ആരെങ്കിലും പോക്കറ്റിൽ കൊണ്ട് ഇട്ടാൽ ഒന്നും പറയില്ല. അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ പോയി ധ്യാനം കൂടാന്ന് പറഞ്ഞു. ഓ ഇപ്പോൾ പോകാൻ പറ്റില്ല ചേട്ടാ, ഞാൻ ജോലിക്ക് പോകുമ്പോൾ എങ്ങനെ പോണേ. അങ്ങനെ എന്തായാലും ആൾ പോയി വന്നതിന് ശേഷം ആൾ കൈക്കൂലി മേടിക്കൽ നിർത്തി. പിന്നെ ആരും തോന്നാൻ മേടിക്കില്ല. ആളിപ്പോൾ അങ്കമാലി ഗവൺമെൻറ് ആസ്പത്രിയിൽ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്ന ശുശ്രൂഷയുടെ ലീഡറാണ് കൊല്ലങ്ങളായിട്ട്. ഏറ്റവും നല്ല അനുഭവം പുള്ളിയുടെ തന്നെയാണ്. അപ്പോൾ ഇനിയും മുന്നോട്ട് എങ്ങനെ പോകണമെന്നാണ് വത്സരൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് കർത്താവ് വന്നിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഇടവകയിൽ മൊത്തം ഒരു 600 വചനോത്സവം വിതരണം ചെയ്യുന്നുണ്ട്. സമ്പൂർണ്ണ വചനോത്സവ ഇടവകയാണ്. പിന്നെ ഒരു 37 സത്യദീപം വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ വീട് പണി ഒരെണ്ണം പൂർത്തിയാക്കാനുണ്ട്, അതിൻ്റെ സ്റ്റക്കായി നിൽക്കുകയാണ്. വർഗീസ് ചേട്ടൻ്റെ ഈ സ്നേഹ ശുശ്രൂഷ വഴി 12ഓളം വീടുകൾ ഈ പ്രദേശത്ത് ഇപ്പോൾ ദൈവം ക്രമീകരിച്ചിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വീടിനും മുൻപിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ കരങ്ങൾ ഉയർത്തി ഇദ്ദേഹം ഇവയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ നമ്മുടെ ദൈവം തൻ്റെ അനുഗ്രഹത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് ഇവിടേക്ക് വർഷിക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് തമ്പുരാൻ സഹായിക്കുന്നത്? പിന്നെ രോഗി സന്ദർശനം ആദ്യം തുടങ്ങിയ രോഗി സന്ദർശനമായിരുന്നു. അവിടെ വെച്ചാൽ ഒത്തിരി ആൾക്കാരെ ഇങ്ങനെ പരിചയപ്പെടാനും അവർക്ക് സഹായം ചെയ്യാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഈ വീട് പണിയിലേക്ക് വന്നതിന് ശേഷം രോഗി സന്ദർശനം സ്ഥിരമായിട്ട് പോകാൻ പറ്റണില്ല, സമയമില്ല. അപ്പോൾ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഈ രോഗികളെ സന്ദർശിച്ചിട്ട് എന്തൊക്കെ ചെയ്യും അവിടെ ചെന്നിട്ട്? അവർക്ക് ഞാൻ എൻ്റെ അനുഭവം പറയാം അവരോട്. നിങ്ങളിപ്പോൾ ഒരു ധ്യാനം കൂട്, നിങ്ങൾക്കും കിട്ടുന്ന ഈ അനുഭവം എന്ന് പറയാം. പിന്നെ ചിലപ്പോൾ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ മരുന്ന് മേടിച്ച് കൊടുക്കും. പൈസ ആർക്കും കൊടുക്കാറില്ല, പൈസ കൊടുത്താൽ ശരിയാവാറില്ല. അതുകൊണ്ട് മരുന്ന് മേടിച്ചു കൊടുക്കും. അതിപ്പോൾ ആർക്കും ഇപ്പോഴും മേടിച്ചു കൊടുക്കുന്നുണ്ട് മരുന്ന്, പൈസ കൊടുക്കണില്ല മാത്രമേ ഉള്ളൂ. പിന്നെ മദ്യപാനികളോട് ഞാൻ ഒരു പരിധി വരെ കുറച്ച് അകൽച്ചയിലാണ്. കാരണം ഇവരോട് പറഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പോയാൽ അപ്പം അവർക്ക് പൈസ വേണം, പൈസ കൊടുക്കില്ല. മദ്യപാനികൾക്ക് പൈസ കൊടുക്കില്ല. വല്ല മരുന്ന് മേടിച്ചു കൊടുക്കാം, പക്ഷെ പൈസ ആരും കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്നോട് ഇഷ്ടമില്ല. അങ്കമാലി സോണിൽ ഞാൻ വരാൻ തുടങ്ങിയ കാലം മുതൽ, അല്ലെങ്കിൽ വരിസേനെ കാണാൻ തുടങ്ങിയ കാലം മുതൽ ഈ നഗ്നവാതകനായിട്ട് നടക്കുന്നത്. നേരത്തെ ചെരുപ്പ് ഉപയോഗിക്കില്ലായിരുന്നോ, അതോ ഇത് എങ്ങനെയാണ് ആരംഭിച്ചത്? ചെരുപ്പ് ഉപയോഗിക്കുമായിരുന്നു. അത് ധ്യാനം കൂടിയതിന് ശേഷം ഒരു സഹനമായിട്ട് എടുത്തതാണ്. പക്ഷെ അപ്പോൾ ഒരു ഗുണം കിട്ടിയത് ഈ 2 കാലിലും തന്തവരൽ എന്നും കുത്തിപ്പഴുക്കുമായിരുന്നു. ഞാൻ ചെരുപ്പ് മേടിച്ചതിന് ശേഷം ഇന്ന് വരെ ഇപ്പം 20 കൊല്ലമായി ഇന്ന് വരെ കുത്തിപ്പഴുത്തിട്ടില്ല. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഒരു ത്യാഗം എടുക്കുമ്പോൾ കൃപ ദൈവം തരുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇപ്പോൾ പല ത്യാഗങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പോൾ 2 നേരം ഭക്ഷണമുള്ള ദിവസം അത് വളരെയധികം സന്തോഷമായിട്ട് മാറുന്നുണ്ട്. ഇപ്പം ആഴ്ചയിൽ 3 ഉപവസിക്കുമായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് ഒരു പനി പിടിച്ചപ്പോൾ ഉപവാസം നിർത്തി. വീണ്ടും ഒരു ദിവസം തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും പഴയത് ഒരാക്കും 3 ദിവസം ആക്കും. അങ്ങനെ ഒരു ഉപവാസം വരിസേൻ്റെ ഒരു പ്രത്യേക അഭ്യാസ രീതിയായിരുന്നു ആധ്യാത്മികമായിട്ടല്ലേ? അതെ. തെല്ലും വിശ്രമിക്കാതെ, തെല്ലും മടുക്കാതെ, പൊള്ളുന്ന വെയിലിലും മഴയിലും നഗ്നപാതനായി സഞ്ചരിച്ചുകൊണ്ട് ഈ സഹനങ്ങളെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്കായി ലോകമെങ്ങുമുള്ള സുവിശേഷ പ്രഘോഷകർക്കു വേണ്ടിയും ഇദ്ദേഹം സമർപ്പിക്കുന്നു. ലളിത ജീവിതവും കൈത്തറി വസ്ത്രധാരണവും ശീലമാക്കി മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ സുവിശേഷത്തിൻ്റെ വയലേലകളിൽ തീഷ്ണതയോടെ ഇദ്ദേഹം സഞ്ചരിക്കുന്നു. അതോടൊപ്പം തന്നെ പേഴ്സണൽ പ്രയറൊക്കെ എങ്ങനെയായിരിക്കും? പേഴ്സണൽ പ്രയർ ഞാൻ മിക്കവാറും രാത്രി 1:30-2 മണി വരെ ബൈബിൾ വായനയും പ്രാർത്ഥനയായിട്ട്. ഇന്നലെയും 1:45 കിടന്നത്. എത്ര മണിക്ക് എണീക്കും? 5 മണിക്ക്. ഞാനും ഭാര്യ കൊണ്ട് കൊന്ത പള്ളിയിൽ പോകും. ഭാര്യ ഒരുമിച്ച് എല്ലാ ദിവസവും രാവിലെ കൊന്ത? അത് എല്ലാ ദിവസവും. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു ശുശ്രൂഷയുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന ഭാവിയാണ്. കുറച്ച് പറമ്പുണ്ടല്ലോ, ഒരു 47 സെൻറ്റ് സ്ഥലമുണ്ട്. അത് നിറച്ച് ജാതിയും വാഴയാണ്. ഇത് നനയ്ക്കണമെങ്കിൽ ഒക്കെ ഭാര്യ തന്നെ നനയ്ക്കണതേ. നമുക്ക് നനയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ കാലത്ത് പോയ വൈകുന്നേരം വന്നത് മിക്കവാറും. ഭാര്യയ്ക്ക് വിഷയമൊന്നുമില്ല, അത് ഒരു പരാതിയില്ല. സത്യത്തിൽ ഭാര്യയാണ് എന്നെ നടത്തണത്, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഭാര്യ ശരിയല്ലെങ്കിൽ അവിടെ പറയണത് നിങ്ങളിങ്ങനെ പോയി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പണി ചെയ്യാൻ പറ്റില്ല. ഞാൻ എവിടെ പോണേനും പരാതിയില്ല. അപ്പോൾ ശരിക്കും വരീസേട്ടനിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും തുല്യ പങ്കാളിത്തം ഭാര്യയ്ക്ക് കിട്ടുന്നുണ്ട്. മക്കളൊക്കെ എങ്ങനെയാണ്? അവരൊക്കെ ആധ്യാത്മികമായിട്ട്? മക്കളൊക്കെ വളരെ നല്ല ഇതിലാണ്.
പെൺപിള്ളേർ രണ്ടുപേരും അച്ഛനും. ഉവ്വ. രണ്ടാൾ ടീച്ചർമാരാണ്. പിന്നെ ഈ സോണിലൊക്കെ വരാറുണ്ടല്ലോ, അങ്ങനെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ വല്ലതൊക്കെ ചെയ്യാറുണ്ടോ വേറെ? ആര്? ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങാനോ അല്ലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സഹായിക്കാനോ? ഗ്രൂപ്പിൽ ഞാനുണ്ട്. അല്ല ഈ ഗ്രൂപ്പിലുണ്ട്, കൂടാതെ സബ് സോണുകളിലൊക്കെ സബ് സോണിൽ അറിയിക്കുമ്പോൾ വരാറുണ്ട്, കറുവിറ്റ് വരാറുണ്ട്. എല്ലാ പ്രോഗ്രാമിനും അവരോട് സഹകരിച്ചാൽ പോകുന്നല്ലേ. പിന്നെ ചില ഗ്രൂപ്പുകളിലേക്ക് ഈ അനുഭവ സാക്ഷ്യം പറയാൻ പോകാറുണ്ട്. അതൊക്കെ ആൾക്കാർക്ക് സ്പർശിക്കുന്നുണ്ട് അല്ലേ. ഈ ഞാനും കൂടി ഇപ്പോൾ അവർ ഡിവൈനിൽ അവർ പറയണത് ഒരു 10 നിർദ്ദേശം നമുക്ക് തരാറുണ്ട്. ഒന്നാമത്തെ നിർദ്ദേശം ദിവസം 1 മണിക്കൂറെങ്കിലും ബൈബിൾ വായിക്കണം, അവരുടെ വഴക്കിനെ ക്ഷമിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, വ്യക്തികളെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനാ ഗ്രൂപ്പ് പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥന മുടക്കരുത്, കടവുള്ള കുർബാന മുടക്കരുത്, ദശാംശം കർത്തൃശുശ്രൂഷ മാറ്റണം. പിന്നെ അങ്ങനെ ഒരു 10 നിർദ്ദേശം തന്നെ ഉണ്ട്. ഞാൻ വേണ്ടി 10 നിർദ്ദേശം പാലിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയണേ. വർഗീസേട്ടന് ഈ 20 വർഷവും ഈ 10 നിർദ്ദേശങ്ങളും പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സുശിക്ഷിതമായ ഒരു ജീവിതശൈലി വർഗീസേട്ടന് വളരെ സഹായകമാകുന്നുണ്ട്. വാസ്തവത്തിൽ ഈ മുഖത്ത് കാണുന്ന തേജസ് അതാ സത്യത്തിൽ. ഒപ്പം ഈ ആരെങ്കിലും 1-2 പേരെങ്കിലും നമ്മൾ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇതുപോലെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? സാധാരണ അങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർ, അവരെ കണ്ടുകൊണ്ട് വരുന്ന പലരും ഉണ്ടാകുമല്ല. അല്ല, പ്രാർത്ഥന ഗ്രൂപ്പിൽ ധാരാളം ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ. അല്ല, ഒരാളെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താമോ? ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇങ്ങനെ കണ്ടു വന്നിട്ട് നിലനിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്? നിലനിന്ന് പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ ഒന്നേ അനിയൻ തന്നെയാണ്. പിന്നെ മറ്റു വേറെ ആരെങ്കിലും? വേറെ ഉള്ളത് ഒരു ഗ്രേസിയാണ്. പക്ഷെ ഗ്രേസിക്ക് ഇപ്പോൾ എനിക്ക് ഒരു അസുഖം വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാൾ വരാനില്ല. എന്നാലും ഒരു ആധ്യാത്മികത. അപ്പോഴങ്ങനെയൊക്കെയാണ് ജീവിതം. ഇടവകയിലും മരണ ഫണ്ടിന്റെ പ്രസിഡന്റാണ്. അതെന്താ ഈ മരണ ഫണ്ട് ഉദ്ദേശിക്കുന്നത്? മരണ ഫണ്ട് എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആ കുടുംബത്തിന് 5000 രൂപ കൊണ്ട് കൊടുക്കണം. അതിന്റെ കാശ് പിരിച്ചെടുക്കണം ഈ അംഗങ്ങളോട്. അത് എത്ര നാളായി അത് തുടങ്ങിയിട്ട്? 2000 തുടങ്ങിയതാ. ഈ ഇപ്പോഴും പരിസരം തന്നെയാണ് പ്രസിഡന്റ്. അന്ന് പോലെ 13 വർഷമായിട്ട്. അത് ശരി. മറ്റ് പിരിക്കാനൊക്കെ പോകാൻ വേറെ ആൾക്കാരുണ്ടോ? പിരിക്കാൻ നമ്മൾ പോണ്ട. അത് അതാത് യൂണിറ്റുള്ള ആൾ കാശ് പിരിച്ചാൽ തരും. ഓ, ഇടവകയില? അതെ, എന്റെ യൂണിറ്റിൽ മാത്രമേ ഞാൻ പിരിക്കുള്ളൂ, ബാക്കിയുള്ള അവർ പിരിച്ചോളൂ. ഇത് മനുഷ്യർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമായിട്ട് തോന്നുന്നു. വേറെ ഏതെങ്കിലും സോഷ്യൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ടോ? പിന്നെ ഉള്ളത് ഈ ഭവന സന്ദർശനമുണ്ട്. അതെങ്ങനെയാണ്? അത് 3-ാം സഭയുടെ പേരിലാണ്. ഞാൻ 3-ാം സഭയിൽ അംഗമാണ്. ഓ, അപ്പം മരണ ഫണ്ടിലുണ്ട്, ഇപ്പൊ 3-ാം സഭയിൽ അംഗമാണ്, പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടല്ലേ, ഇടവകയിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞു 3-ാം സഭ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 3-ാം സഭ എന്ന് വെച്ചാൽ ഫ്രാൻസിസ്കൻ 3-ാം സഭ. അത് അതിന്റെ കോർഡിനേറ്ററാണ് ഞാൻ. അപ്പോൾ അത് ഇടവകയിൽ ഭവന സന്ദർശനം നടത്തുന്നുണ്ട് എല്ലാ ബുധനാഴ്ചകളിലും. അപ്പോൾ ഭവന സന്ദർശനം ഒരു 4 മണി മുതൽ 6 മണി വരെ. അത് ബുധനാഴ്ച മാത്രം. എല്ലാ ബുധനാഴ്ച ഉണ്ടാവും. ഇപ്പോൾ കുറച്ചായിട്ട് നിർത്തിയേക്കാണ്. അത് എനിക്ക് പിന്നെ ഈ വീട് പണിയുടെ തിരക്കുകൊണ്ട് ഞാനാണ് അതിന് കൂടെ നടക്കുന്ന ഒരാൾ. എല്ലാവർക്കും തന്നെ മറ്റുള്ള മാറി വരുമ്പോൾ ഞാൻ മുടങ്ങില്ല, ഞാൻ എല്ലാ തവണ ഉണ്ടാവും. അപ്പോൾ എനിക്കത് തക്കക്കേട് പറ്റിയാൽ അതൊന്നും പിന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ നിർത്തി വെച്ചേക്കാം ഭവന സന്ദർശനം. പിന്നെ രോഗി സന്ദർശനമാണ്. രോഗി സന്ദർശനം ഇപ്പോഴും ഉണ്ട്. അത് പിന്നെ പഴയതുപോലെ ഫുള്ളായിട്ടില്ല. അത് എല്ലാ ഞായറാഴ്ചകളിലും 4 മുതൽ 6 മണി വരെ ഭവന സന്ദർശനം ആയിരുന്നു. ധ്യാനം കഴിഞ്ഞിട്ട് വന്നിട്ട് ഉടനെ, കാരണം സിനിമ കാണില്ല. ആ സിനിമ കാണുന്ന സമയം രോഗി സന്ദർശനമാക്കി മാറ്റിയതാണ്. അപ്പം പണ്ട് നമ്മൾ വലിയ വാല്യൂസ് ഇല്ലാതെ മാറ്റി ഉപയോഗിച്ചിരുന്ന സമയമൊക്കെ ഇപ്പം സുവിശേഷ വിലക്ക് മാറ്റി. ഇപ്പം സിനിമ കാണുന്ന സമയം ഇങ്ങനെയായി. ഇതുപോലെ ഏതെങ്കിലും ക്രമീകരണങ്ങൾ വന്ന് പറയാമോ? പിന്നെ ഒരു ക്രമീകരണം ധ്യാനം കൂടിയതിന് ശേഷം ഉണ്ടായ സംഭവം, ഞാൻ എല്ലാ ശമ്പളം കിട്ടുന്ന ദിവസം നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. അന്ന് ക്യാൻറ്റീനിൽ ഭക്ഷണമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, അത് പോരാ, നല്ല ഹോട്ടലിൽ ഭക്ഷണം കഴിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ, എൻ്റെ വീട്ടിലുള്ളവർക്ക് ആർക്കും കിട്ടുന്നില്ലല്ലോ. അന്ന് ഞാൻ കൂടിയതിന് ശേഷം ഞാൻ ശമ്പളം കിട്ടുന്ന ദിവസം ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കോഴിനെ മേടിച്ചുകൊണ്ട് പോകും. അത് അപ്പം അന്ന് വീട്ടിൽ കൊണ്ട് ശരിയാക്കി കഴിക്കും. അതിനുശേഷം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും നിർത്തി. അതും ഒരു ക്രമീകരണമാണല്ലേ. ഇതുപോലെ മറ്റെന്തെങ്കിലും? അതുപോലെ ക്യാൻറ്റീനിൽ ഞാൻ 2 തരം സ്പെഷ്യൽ മേടിച്ച് ഉണ്ണുമായിരുന്നു. മീൻ വറുത്തതും മേടിക്കും, മീൻ കറിയും വാങ്ങിക്കും. ഞാൻ കൂടിയതിന് ശേഷം സ്പെഷ്യൽ മേടിക്കില്ല, സാധാരണ ഊണ കഴിക്കുള്ളൂ. 2 രൂപയുടെ ചോറ് അന്ന്. അപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി ക്രമീകരണങ്ങൾ നടത്താൻ ഈ ധ്യാനം വളരെ ഉപകരിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ അല്ലേ. ഇതുകൊണ്ട് തന്നെ ഒത്തിരി ആത്മീയമായ നന്മകളും സന്തോഷവും ഒക്കെ കിട്ടുന്നുണ്ടല്ലേ. ഇപ്പോൾ വ്യക്തിപരമായി ഇത്രയൊക്കെ ക്രമീകരണങ്ങൾ നടത്തി സുരക്ഷിതമായിട്ട് പോകുന്നുണ്ട് മുന്നോട്ട്. അപ്പോൾ ഇതിനെ സഹായിക്കുന്ന ഒന്ന് വ്യക്തിപരമായിട്ട് സഹായിക്കാനായിട്ട് വല്ല അച്ഛന്മാരോ വല്ല ആനിമേറ്ററായിട്ടോ അല്ലെ എൽഡറായിട്ടോ അല്ലെ പാസ്റ്ററായിട്ടോ ഉണ്ടോ? അത് എൻ്റെ വികാരിസം തന്നെയാണ് എപ്പോഴും.
അതുപോലെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്നിൽ സഹായിച്ചിട്ടുള്ള ഏതെങ്കിലും സഭയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയുള്ള സപ്പോർട്ട് എന്തൊക്കെയാണെന്ന് പറയാമോ? അല്ല, സഭയുടെ ഭാഗത്തെന്ന് വെച്ചാൽ എല്ലാവരുടെ സിസ്റ്റേഴ്സിൻ്റെ സഹായമുണ്ട്, അച്ഛന്മാരുടെ സഹായമുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കും, നമ്മളോട് അവർ പറയും. അപ്പോൾ ഏത് കാര്യം ചെയ്യാനും നമ്മൾ മുൻപന്തിയിലുണ്ട്. വാസ്തവത്തിൽ ചുക്കില്ലാത്ത കഷായില്ലാന്ന് പറഞ്ഞ മാതിരി ഇടവകയിൽ ഞാനില്ലാത്ത കാര്യങ്ങൾ കുറവാണ്. യൂണിറ്റ് സംവിധാനങ്ങളിലും യൂണിറ്റിൽ കഴിഞ്ഞ വർഷം വരെ ഞാനായിരുന്നു പ്രസിഡന്റ്. കേന്ദ്ര സമിതിയിലാ? അല്ല, പ്രസിഡന്റ്. ഇടവകയുടെ മൊത്തത്തിലുള്ള വൈസ് ചെയർമാൻ അല്ലേ? അത് 4 വർഷം ഉണ്ടായിരുന്നു. കുടുംബിയുടെ പ്രസിഡന്റ് ഈ കഴിഞ്ഞ മാസം യൂണിറ്റിന്റെ പ്രസിഡന്റ് ആയിരുന്നു. കഴിഞ്ഞ ഈ വർഷം പുതിയ ആൾക്കാരെ തിരഞ്ഞെടുത്തു. അതുവരെ ഞാൻ തന്നെയായിരുന്നു പ്രസിഡന്റ് ഒത്തിരി കൊല്ലങ്ങളായിട്ട്. വാസ്തവത്തിൽ ഒരു അൽമേയൻ എന്ന നിലയിൽ വർഗീസനെ സംബന്ധിച്ചിടത്തോളം അൽമേയ പ്രേക്ഷിതത്വം ഈ പാരീഷിനോടനുബന്ധിച്ച് എല്ലാ മേഖലകളിലും കടന്നെല്ലാം സാധിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും അല്ലേ? കർത്താവിൻ്റെ വലിയൊരു കൃപയാണത്. കാരണം നവീകരണത്തിൽ വന്ന അനേക മനുഷ്യർ ദേശാനുഭവത്തിലേക്ക് വരുമ്പോൾ അവർ വരേണ്ട സഭയിലേക്കാണ്. അതിൻ്റെ സഭയുടെ പൂർണ്ണ രൂപമാണ് പാരീഷ്. ഇടവകയിലെ മൂന്നാം സഭ, ഇടവകയിലെ പിന്നെ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിലുണ്ടായിന് ഇല്ല, മൂന്നാം സഭ, കുടുംബ യൂണിറ്റ് സംവിധാനങ്ങൾ, ഇതിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് വാസ്തവത്തിൽ സഭയുടെ ഞരമ്പാണ് ഈ ഭക്തസംഘടനകൾ എന്നൊക്കെ പറയുന്നത്. അവിടെ ജീവൻ കൊടുക്കാൻ വർഗീസേട്ടന് മനോഹരമായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം സമൂഹത്തിൽ ഈ ഭവനം പണിതും അതോടൊപ്പം തന്നെ ആ പറമ്പ് വാങ്ങിച്ചു കൊടുത്തും ധാരാളം ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വർഗീസേട്ടനെ പരിചയപ്പെടാൻ സാധിച്ച സന്തോഷമുണ്ട്. കാരണം ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ സുശിക്ഷിതമായൊരു ജീവിത രീതി നിലനിർത്താൻ സാധിക്കുക എന്നുള്ള വലിയ കാര്യമാണ്. 10 സംഭവങ്ങൾ അന്ന് മുതൽ പറഞ്ഞത് ഇന്ന് വരെ ചെയ്യുന്നു. അത് ഒരു എല്ലാ ആത്മീയർക്കും മാതൃകയാക്കാവുന്ന ഒരു സംഗതിയാണ്. 10 കാര്യങ്ങൾ അതുപോലെ അനുവർത്തിച്ചു പോരുന്നെന്ന് പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും അത് അനേകർക്ക് പ്രേരകമാകും. വർഗീസേട്ടനെ കണ്ടതിലും ഇങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചതിലും ഇത് തീർച്ചയായും ഷാലോം പ്രേക്ഷകർക്കും ഞങ്ങൾക്കെല്ലാം ഒരു സുശിക്ഷിതമായ ജീവിതം നയിക്കാൻ സഹായകമാകും. ഏറെ നന്ദി. 70 വയസ്സ് പിന്നിട്ട വർഗീസേട്ടൻ 10-20 വർഷമായി എപ്രകാരമാണ് തൻ്റെ ജീവിതത്തിലെ ഒരു അൽമേയന് ഇടവകയിൽ എങ്ങനെയൊക്കെ പ്രേക്ഷിതനാകാം, ഒപ്പം തൻ്റെ ചുറ്റുപാടുകളിൽ എങ്ങനെ യേശുവിൻ്റെ പരിമളമായി അവിടുത്തെ കാരുണ്യത്തിൻ്റെ കിരണങ്ങൾ ഒഴുക്കാം എന്ന് നമ്മൾ കാണുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്ന് പല കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കുന്ന മനുഷ്യരെ കർത്താവിൽ നിന്ന് ധാരാളം കൃപകൾ കൂദാശകൾ വഴിയും ധ്യാനങ്ങൾ വഴിയും ഉൾക്കൊണ്ടിട്ട് സ്വന്തം ജീവിതത്തിന് വേണ്ടി മാത്രം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സഭാഗാത്രത്തെ വളർത്തേണ്ടതിന് പകരം ഒരുപക്ഷെ അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ ഊറ്റിക്കുടിക്കുന്ന ഇത്തിക്കണ്ണി പോലെ ആയിരിക്കുന്ന ഈ കാലയളവിൽ അനേകരുടെ ഹൃദയത്തിൽ ഒരു ചോദ്യചിഹ്നമായി മാറട്ടെ. ഇത് അനേകർക്ക് പുതിയ പ്രേക്ഷിത രംഗങ്ങൾ തുറക്കുവാൻ ഇടയാകട്ടെ. മറ്റൊരു സന്ദേശവുമായി അടുത്ത ആഴ്ചയിൽ നിത്യജീവൻ്റെ പാതയിൽ കണ്ടുമുട്ടാം. തോമാശ്ലീഹായുടെ വിശ്വാസദീപം ഏറ്റുവാങ്ങിയ മലയാറ്റൂരിൻ്റെയും അങ്കമാലിയുടെയും മണ്ണിൽ നിഷ്കളങ്കമായ മനസ്സോടെ സുവിശേഷത്തെ സമീപിച്ചുകൊണ്ട് നവീകരണത്തിൻ്റെ കൊടുങ്കാറ്റിൽ ദൈവമുയർത്തിയ ജീവിതങ്ങളിൽ ഈ പേരും എഴുതി ചേർക്കപ്പെടുകയാണ്. സമ്പത്ത് പകുത്തു നൽകുന്നതിലൂടെയുള്ള സുവിശേഷത്തിൻ്റെ ദർശനം നമുക്ക് നൽകിക്കൊണ്ട് ഇദ്ദേഹവും നമുക്ക് മുൻപേ നടന്നു നീങ്ങുന്നു. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം.